മകരം രാശി. ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി. ഇനി നമ്മൾ വിശകലനം ചെയ്യുന്നത് മകരം രാശിക്കാരുടെ അതിവിശിഷ്ടമായ വ്യാഴമാറ്റ ഫലങ്ങളാണ്. മകരം രാശിക്കാർക്ക് ഇനി വരുന്നത് സ്വപ്നതുല്യമായ കാലഘട്ടമാണ്. നിങ്ങളുടെ രാശിയുടെ 3, 12 ഭാവങ്ങളുടെ അധിപനായ വ്യാഴം 6ാം ഭാവത്തിൽ നിന്നും 7ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയിലേക്കും 3ാം ഭാവത്തിലേക്കും 11ാം ഭാവത്തിലേക്കും ശുഭദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട്. ഇതിനർത്ഥം 12 രാശികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം അനുഭവിക്കാൻ പോകുന്ന ഒരു രാശി നിങ്ങളുടേതാണ് എന്നാണ്. ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു കാലമാണിത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറുക മാത്രമല്ല, ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കാനും ഈ മാറ്റം കാരണമാകും. വിവാഹം, വിദേശയാത്ര, ബിസിനസ് പുരോഗതി തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വരാനിരിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും വിജയവും ദൈവാനുഗ്രഹവും നൽകുന്ന സമയമാണ്. ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കുന്ന കാലമാണിത്. ആശുപത്രിവാസം ഉണ്ടാകാനിടയുണ്ടെങ്കിലും ചികിത്സകൾ ഫലപ്രദമാവുകയും രോഗമുക്തി ലഭിക്കുകയും ചെയ്യും. ഇതുവരെ വിവാഹം നടക്കാതെ വിഷമിച്ചിരുന്നവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരുന്നതിനും മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതിനും വ്യാഴമാറ്റം സഹായിക്കും. പ്രണയിതാക്കൾക്ക് അവരുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന അനുകൂല സമയമാണിത്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടും. മനസമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒത്തുചേർന്ന് മുന്നോട്ടു പോകാൻ സാധിക്കും. അകന്നു കഴിഞ്ഞിരുന്നവർ പോലും യോജിക്കുന്ന സാഹചര്യമുണ്ടാകും. സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനും അവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാനും ഇടയാകും. സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കും. ഉന്നത പഠനത്തിനായി വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. തൊഴിൽപരമായ ആവശ്യങ്ങൾക്കോ വിനോദയാത്രകൾക്കോ ആയി വിദേശത്ത് പോകാൻ അവസരം ലഭിക്കും. പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ പദ്ധതികളുമായി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കും. ബിസിനസ് പങ്കാളികളുമായി ചേർന്ന് നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുന്ന സമയമാണ്. മാധ്യമപ്രവർത്തകർ, അഭിഭാഷകർ, അധ്യാപകർ എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നത് ജോലിയിൽ ഗുണകരമാകും. വിവിധ മാർഗങ്ങളിലൂടെ ധനം വന്നു ചേരുമെങ്കിലും അനാവശ്യ ചെലവുകളിൽ നിയന്ത്രണം ഉണ്ടാകണം. പാഴ്ചെലവുകൾ കുറയുന്നതായി കാണാം. ഭക്ഷണം, വസ്ത്രം, ആഭരണങ്ങൾ എന്നിവയുടെ ലാഭവും ഭക്ഷണ സമൃദ്ധിയും അനുഭവത്തിൽ വരും. ഏത് കാര്യത്തിലും ഊർജ്ജസ്വലതയോടെ ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ ധൈര്യത്തോടെ നിരീക്ഷിച്ച് മുന്നോട്ടു പോകാൻ കഴിയും. മകരം രാശിയുടെ 3ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് വലിയ ഗുണാനുഭവങ്ങൾ നൽകും. മകരം രാശിക്കാർക്ക് ഇപ്പോൾ സുവർണകാലമാണെങ്കിലും ലഭിക്കുന്ന ഭാഗ്യങ്ങൾ പൂർണ്ണ രൂപത്തിൽ അനുഭവത്തിൽ വരാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ശനി 3ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാജനം സമർപ്പിക്കുന്നതും ഉത്തമമാണ്. വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾക്കായി വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാടായി നൽകുകയോ ചെയ്യാം. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം പുണ്യപ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നത് വഴി സ്ഥാനഭ്രംശം പോലുള്ള ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നതും അവരെ സഹായിക്കുന്നതും നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യം കൊണ്ടുവരും. അപ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ഈ കാലഘട്ടം അത്യന്തം ശുഭകരമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനും ഈ വ്യാഴമാറ്റം കാരണമാകും. ബിസിനസ്സിലെ പുരോഗതി, കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾ, വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ എന്നിവയെല്ലാം നിങ്ങളെ തേടിയെത്തും. എങ്കിലും ഏത് വലിയ ഭാഗ്യകാലത്തും നമ്മൾ പുലർത്തുന്ന വിനയവും പ്രാർത്ഥനയുമാണ് ആ നേട്ടങ്ങളെ നിലനിർത്താൻ സഹായിക്കുന്നത്. അതുകൊണ്ട് പുണ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ടു പോകാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് കരുതുന്നു. ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ഗ്രഹനിലയും
ദശാപഹാരവും അനുസരിച്ച് പൊതുവായ ഈ ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ അടുത്തതായി വിശകലനം ചെയ്യുന്നത് കുംഭം രാശിക്കാരുടെ അവിട്ട അവസാന പകുതി, ചതയം പൂരൂരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം ഇവരുടെ വ്യാഴമാറ്റ ഫലങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം അതീവ പ്രാധാന്യമുള്ളതാണ്. നിങ്ങളുടെ 2, 11 ഭാവങ്ങളുടെ അധിപനായ വ്യാഴം 5-ാം ഭാവത്തിൽ നിന്ന് 6-ാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത്. സാധാരണഗതിയിൽ 6-ാം ഭാവം പ്രതികൂലമാണെന്ന് കരുതാമെങ്കിലും കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ വലിയൊരു ആശ്വാസമുണ്ട്. നിങ്ങളുടെ രാശിയിൽ ഇപ്പോൾ 7ര ശനി നടക്കുകയാണെങ്കിലും വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ ധനസ്ഥാനമായ 2-ാം ഭാവത്തിലേക്കും കർമ്മസ്ഥാനമായ 10-ാം ഭാവത്തിലേക്കും 12-ാം ഭാവത്തിലേക്കും പതിക്കുന്നുണ്ട്. ഇതിനർത്ഥം ശനിദോഷത്തിന്റെ കാഠിന്യം കുറയാനും സാമ്പത്തിക തൊഴിൽ മേഖലകളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൊണ്ടുവരാനും ഈ വ്യാഴമാറ്റം സഹായിക്കും എന്നതാണ്. ദൈവാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറേണ്ട ഈ കാലഘട്ടത്തിൽ കരിയറിലും കുടുംബത്തിലും നിങ്ങൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾക്ക് സുവർണാവസരങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. കുംഭം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റത്തിലൂടെ കരിയറിലും തൊഴിൽ മേഖലയിലും വലിയ രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കുന്ന കാലമാണിത്. ദീർഘകാലമായി കാത്തിരുന്ന പ്രമോഷൻ ലഭിക്കാനും നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ ചുവടുവെപ്പ് നടത്താനും സാധിക്കും. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ തീരുമാനങ്ങൾക്കും വാക്കുകൾക്കും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വലിയ വില ലഭിക്കും. നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട സ്ഥലങ്ങളിലേക്കോ തസ്തികകളിലേക്കോ സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ സമയമാണിത്. കർമ്മരംഗത്ത് നിന്ന് മികച്ച സാമ്പത്തിക നേട്ടങ്ങളും പ്രശസ്തിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം വന്നെത്തും. സേവന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഈ കാലഘട്ടം വളരെ മികച്ച ഫലങ്ങൾ നൽകും. ചുരുക്കത്തിൽ ജോലിയിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും അതിലൂടെ പേരും പ്രശസ്തിയും നേടിയെടുക്കാനും കുംഭം രാശിക്കാർക്ക് ഈ സമയം സാധിക്കും. നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ തടസ്സങ്ങളില്ലാതെ മുൻപോട്ടു പോകാൻ സാധിക്കും. പ്രവർത്തനങ്ങളിൽ വ്യക്തമായ പുരോഗതിയും ലാഭവർദ്ധനവും ഈ കാലയളവിൽ ദൃശ്യമാകും. മനസ്സിൽ വിചാരിച്ചിരുന്ന പുതിയ ആശയങ്ങളോ ബിസിനസ് പ്ലാനുകളോ നടപ്പിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ആത്മവിശ്വാസത്തോടെ പുതിയ ചുവടുവയ്പ്പുകൾ നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ വിപണിയിൽ അവതരിപ്പിക്കുന്ന പുതിയ ഉൽപ്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ മറ്റുള്ളവരിൽ നിന്ന് വലിയ രീതിയിലുള്ള അംഗീകാരവും സ്വീകാര്യതയും ലഭിക്കും. വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള ധനാഗമനം ബിസിനസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തും. ലോണുകൾക്കോ ചിട്ടികൾക്കോ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അനുമതി വേഗത്തിൽ ലഭിക്കാനും കടബാധ്യതകൾ തീർക്കാനും ഈ സമയം സഹായിക്കും. ബിസിനസ് പങ്കാളികളുമായോ സഹപ്രവർത്തകരുമായോ മികച്ച രീതിയിൽ ഒത്തുപോകാമെന്നതിനാൽ തർക്കങ്ങളില്ലാതെ സുഗമമായി കാര്യങ്ങൾ നീക്കാൻ സാധിക്കും. ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെയും കൃത്യമായ പ്ലാനിങ്ങിലൂടെയും ബിസിനസ്സിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്താൻ കുംഭം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം വഴിയൊരുക്കുന്നു. കുംഭം രാശിക്കാരുടെ കുടുംബജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും ഈ വ്യാഴമാറ്റം വലിയ രീതിയിലുള്ള പോസിറ്റീവ് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. കുടുംബത്തിൽ മുൻപുണ്ടായിരുന്ന അസ്വസ്ഥതകളും ചെറിയ തർക്കങ്ങളും ഒഴിഞ്ഞുമാറും. പരസ്പര ധാരണയോടെയും സന്തോഷത്തോടും കൂടി ഒത്തുചേർന്ന് മുന്നോട്ടു പോകാൻ സാധിക്കുന്ന മനസ്താപം, അതായത് പീസ് ഓഫ് മൈൻഡ് ഈ കാലയളവിൽ ലഭിക്കും. ജ്യേഷ്ഠ സഹോദരങ്ങളുമായി സ്നേഹബന്ധം വർദ്ധിക്കും. അവർ മുഖേന സാമ്പത്തികമോ മാനസികമോ ആയ വലിയ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകും. വീട്ടിൽ സന്തോഷകരമായ മുഹൂർത്തങ്ങൾക്കും മംഗളകർമ്മങ്ങൾക്കും, ഉദാഹരണത്തിന് വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയവ ഈ സമയം വഴിതെളിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കും. ഇതുവഴി ബന്ധുക്കൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കും. മനസ്സിന് സമാധാനവും നല്ല ഉറക്കവും ലഭിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. ഇത് വ്യക്തിബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കാൻ നിങ്ങളെ സഹായിക്കും. കുടുംബാംഗങ്ങളുമായി ചേർന്ന് സ്വത്ത് തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാനും പൂർവിക സ്വത്ത് സ്വന്തം പേരിലാക്കാനും ഈ വ്യാഴമാറ്റം സഹായിക്കും. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു കവചം പോലെ നിങ്ങളെ സംരക്ഷിക്കാനും
ബന്ധങ്ങളിലെ വിള്ളലുകൾ നികത്താനും ഈ വ്യാഴമാറ്റം കുംഭം രാശിക്കാർക്ക് കരുത്തു പകരും. രോഗാവസ്ഥകൾ കാരണം വിഷമിച്ചിരുന്നവർക്ക് വലിയ ആശ്വാസം ലഭിക്കും. ശത്രുക്കളുടെ ശല്യം കുറയുകയും കാര്യങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. സ്വന്തമായി ഒരു വീട് അല്ലെങ്കിൽ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങും. വാഹന സംബന്ധമായ ഇടപാടുകളിൽ ലാഭമുണ്ടാകാൻ സാധ്യതയുണ്ട്. കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ ഏഴര ശനി കാലമാണ്. എന്നാൽ വ്യാഴത്തിന്റെ ദൃഷ്ടി 2ാം ഭാവത്തിൽ പതിക്കുന്നതിനാൽ ശനിദോഷത്തിന്റെ കാഠിന്യം കുറയും. എങ്കിലും ദൈവാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടത് അത്യാവശ്യമാണ്. കുംഭം രാശിക്കാർക്ക് വ്യാഴം 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള ചെറിയ തടസ്സങ്ങൾ മാറാനും ഏഴര ശനിയുടെ കാഠിന്യം കുറയ്ക്കാനും ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. പാവപ്പെട്ടവർക്കോ അശരണർക്കോ അന്നദാനമോ വസ്ത്രദാനമോ നടത്തുന്നത് വ്യാഴത്തിന്റെ പ്രീതി നേടാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാജനം സമർപ്പിക്കുന്നതും എള്ളുപായസം വഴിപാടായി നടത്തുന്നതും ഏഴര ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരങ്ങളുമായി സ്നേഹബന്ധം പുലർത്തുന്നതും അവരെ ബഹുമാനിക്കുന്നതും ഭാഗ്യം വർദ്ധിപ്പിക്കും. അപ്പോൾ കുംഭം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റത്തിലൂടെ കരിയറിലും കുടുംബത്തിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടു. സ്ഥാനക്കയറ്റവും കടബാധ്യതകളിൽ നിന്നുള്ള മോചനവും കുടുംബ സമാധാനവും ഈ കാലയളവിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞിരിക്കുന്നവയെല്ലാം ഗ്രഹങ്ങളുടെ ഗോചര സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ ഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജന്മസമയത്തെ ഗ്രഹനിലയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാപഹാരങ്ങളും അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. അതിനാൽ കൃത്യമായ മാർഗനിർദ്ദേശത്തിനായി ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് വ്യക്തിഗത ഗ്രഹനില പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കൂടുതൽ രാശിഫലങ്ങൾക്കും ജ്യോതിഷ അറിവുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മീനക്കൂറുകാരുടെ പൂരുരുട്ടാതി അവസാന ഭാഗം, ഉത്രട്ടാതി, രേവതി വ്യാഴമാറ്റ ഫലങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. മീനം രാശിക്കാർക്ക് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത്. നിങ്ങളുടെ രാശിയാധിപനും 10ാം ഭാവാധിപനുമായ വ്യാഴം 4ാം ഭാവത്തിൽ നിന്ന് 5ാം ഭാവത്തിലേക്ക് മാറുന്ന അതീവ ശുഭകരമായ സമയമാണിത്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറി ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് മുന്നിലുള്ളത്. നിങ്ങളുടെ രാശിയിലേക്കും ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലേക്കും ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ അമൃതദൃഷ്ടി പതിക്കുന്നുണ്ട്. നിലവിൽ ജന്മശനി അഥവാ ഏഴര ശനിയുടെ കഠിനമായ ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും 5ാം ഭാവത്തിലെ ഈ വ്യാഴത്തിന്റെ സാന്നിധ്യം ആ ശനിദോഷത്തിന്റെ കാഠിന്യം പൂർണ്ണമായും കുറയ്ക്കാൻ സഹായിക്കും. അതായത് ഇനി വരാനിരിക്കുന്ന ഒരു വർഷം നിങ്ങൾക്ക് ഒരു കവചം പോലെ വ്യാഴം കൂടെയുണ്ടാകും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതും ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നായി സഫലമാകുന്നതും ഈ കാലയളവിൽ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. മീനം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റത്തിലൂടെ കരിയറിലും തൊഴിലന്വേഷണങ്ങളിലും സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സഫലമാകുന്ന കാലമാണിത്. പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കായി ദീർഘകാലമായി തയ്യാറെടുക്കുന്നവർക്കും കാത്തിരിക്കുന്നവർക്കും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രമോഷൻ ലഭിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടാനും ഈ വ്യാഴമാറ്റം വഴിയൊരുക്കും. നിലവിലുള്ള ജോലിയിൽ നിന്ന് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഈ കാലയളവ് അനുകൂലമാണ്. വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങുകയും ആഗ്രഹം പൂർണ്ണമായി സഫലമാവുകയും ചെയ്യും. ഔദ്യോഗിക മേഖലയിൽ നിങ്ങളുടെ കഴിവിനുള്ള അംഗീകാരം ലഭിക്കുകയും ഇതുവഴി സമൂഹത്തിലും തൊഴിലിടത്തിലും നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുകയും ചെയ്യും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ആ ആഗ്രഹം സഫലമാകാനും ഈ സമയം സഹായിക്കും. ചുരുക്കത്തിൽ കരിയറിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് മീനം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം കളമൊരുക്കുന്നു. പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ
അനുയോജ്യമായൊരു പങ്കാളിയെ തിരയുന്നവർക്ക് ഈ കാലയളവിൽ പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. 5-ാം ഭാവത്തിലെ വ്യാഴം മനസ്സിനെ കൂടുതൽ സന്തോഷഭരിതമാക്കുകയും പുതിയ ബന്ധങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. പ്രണയിച്ചുകൊണ്ടിരുന്നവർക്ക് തങ്ങളുടെ ബന്ധം വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഏറ്റവും അനുകൂലമായ സമയമാണിത്. തടസ്സങ്ങളായി നിന്ന കാര്യങ്ങൾ ഓരോന്നായി മാറിവരും. ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് ചികിത്സകൾ ഫലിക്കാനും സന്താന സൗഭാഗ്യം ലഭിക്കാനും ഏറ്റവും ഉത്തമമായ സമയമാണിത്. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ഊഷ്മളതയും പരസ്പര ധാരണയും വർദ്ധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ ഇടയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ തങ്ങളുടെ അഭിരുചികൾക്ക് ഇണങ്ങുന്ന നല്ലൊരു വിവാഹബന്ധം ഈ സമയം ലഭിക്കും. ദീർഘകാലമായി വിവാഹം വൈകുന്നവർക്ക് ഈ വ്യാഴമാറ്റം വലിയൊരു അനുഗ്രഹമായിരിക്കും. ജ്യേഷ്ഠ സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനും അവരോടൊപ്പം സന്തോഷത്തോടെ മുന്നോട്ടു പോകാനും സാധിക്കും. മീനം രാശിക്കാരുടെ വൈകാരികമായ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയുന്ന ഒരു വർഷമായിരിക്കും ഇത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച മികവ് പുലർത്താൻ സാധിക്കും. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് അനായാസം സാധ്യമാകും. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുന്ന കാലമാണിത്. മീനം രാശിക്കാർക്ക് സാമ്പത്തികമായും സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിലും ഈ വ്യാഴമാറ്റം ഒരു സുവർണ കാലം തന്നെ സമ്മാനിക്കും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും അപ്രതീക്ഷിതമായി ധനം കൈവശം വന്നെത്തും. പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ നിന്നോ കരിയറിലെ മാറ്റങ്ങൾ വഴിയോ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ സാധിക്കും. സമ്പാദിച്ച ധനം കൃത്യമായ രീതിയിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ബാങ്ക് നിക്ഷേപങ്ങളായോ ഷെയർ മാർക്കറ്റിലായോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലോ ആകാം. ഭാവിയിൽ വലിയ ലാഭം നൽകുന്ന നിക്ഷേപങ്ങൾ നടത്താൻ ഈ സമയം അനുകൂലമാണ്. 5-ാം ഭാവത്തിലെ വ്യാഴം ഭാഗ്യദായകനാണ്. അതിനാൽ ലോട്ടറി, ഊഹക്കച്ചവടം, ഓഹരി വിപണി എന്നിവയിൽ ഏർപ്പെടുന്നവർക്ക് വലിയ വിജയങ്ങളും സാമ്പത്തിക ലാഭവും ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം. പിതൃസ്വത്തുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. തടസ്സങ്ങൾ മാറി സ്വത്ത് സ്വന്തം പേരിലാകാനും അതിലൂടെ വലിയൊരു സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും ഈ വ്യാഴമാറ്റം സഹായിക്കും. ധനം, ധാന്യം എന്നിവയ്ക്ക് പുറമെ പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ വാങ്ങാനും ഉപയോഗിക്കാനുമുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. ജീവിത നിലവാരം ഉയരുന്നതായി അനുഭവപ്പെടും. കൃഷിയിൽ നിന്ന് മികച്ച ആദായം ലഭിക്കും. നാൽക്കാലി വളർത്തൽ, ഫാം ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭമുണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണിത്. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും കയറ്റുമതി ചെയ്യുന്നവർക്കും വലിയ വിപണന സാധ്യതകളും സാമ്പത്തിക വളർച്ചയും ഈ വ്യാഴമാറ്റം ഉറപ്പു നൽകുന്നു. ചുരുക്കത്തിൽ കഷ്ടപ്പാടുകൾ ഒഴിഞ്ഞ് സാമ്പത്തികമായി കൈ നിറയെ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു ഐശ്വര്യപൂർണമായ വർഷമായിരിക്കും മീനം രാശിക്കാർക്ക് ഇത്. ആരോഗ്യകാര്യം ഗുണപ്രദമായിരിക്കും. മുൻപ് ചെയ്തിരുന്ന ചികിത്സകൾ ഫലിച്ചു തുടങ്ങും. ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുമ്പോഴും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മീനക്കൂറുകാർക്ക് ഇപ്പോൾ ജന്മശനി, അതായത് 7.5 ശനി അനുഭവിക്കുന്ന കാലമാണെങ്കിലും വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ശനിദോഷം കാര്യമായി ബാധിക്കില്ല. വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി ശനിയുടെ പ്രതികൂല ഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. മീനക്കൂറുകാർക്ക് വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് അതീവ ഗുണകരമാണെങ്കിലും ജന്മശനി അഥവാ 7.5 ശനിയുടെ ദോഷഫലങ്ങൾ പൂർണ്ണമായും നീക്കി ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ ഈ പറയുന്നവ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നിത്യവും ജപിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും തടസ്സങ്ങൾ മാറാനും സഹായിക്കും. വിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ ദർശനം നടത്തുകയും പാൽപ്പായസമോ വെണ്ണയോ വഴിപാടായി നൽകുന്നതും ഉത്തമമാണ്. ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും ആദരിക്കുന്നത് വ്യാഴപ്രീതിക്ക് ഏറ്റവും മികച്ച മാർഗമാണ്. 7.5 ശനി ദോഷം കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളുപായസം നിവേദിക്കുന്നതും ഗുണകരമാണ്. അപ്പോൾ മീനം രാശിക്കാരുടെ ഗുണാനുഭവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. കരിയറിലെ ഉയർച്ചയും പുതിയ പ്രണയബന്ധങ്ങളും സാമ്പത്തിക ലാഭവും ഒക്കെയായി ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് ഒരു സുവർണ വർഷമാണ് സമ്മാനിക്കുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രഹങ്ങളുടെ പൊതുവായ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങളാണ്.
നിങ്ങളുടെ ജന്മസമയത്തെ ഗ്രഹനിലയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാപഹാരങ്ങളും അനുസരിച്ച് ഈ ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. അതിനാൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്കായി ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ഗ്രഹനില പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ രാശിഫലത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.